ഞങ്ങൾ ഉത്തർപ്രദേശിലെ മധുരയിലാണ്, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലം. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഓഗസ്റ്റ് 16-നാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എന്ന്. ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിനോടനുബന്ധിച്ച് തിരുവനന്തപുരം സിറ്റിയിൽ അനുഭവപ്പെടുന്ന അതേ തിരക്ക് എവിടെയും. എന്നാൽ നമ്മുടെ അഷ്ടമിരോഹിണിക്ക് ഇനിയും ദിവസങ്ങളുണ്ട്. അമ്മയുടെ ഒരു ചിരകാല ആഗ്രഹമായിരുന്നു ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമായ മധുര, ബാലലീലകളാടിയ ഗോകുലം, പ്രേമലീലകളാടിയ വൃന്ദാവനം, രാധയുടെ ജന്മസ്ഥലമായ ബർസാന മുതലായ സ്ഥലങ്ങൾ കാണുക എന്നത്. മധുര, വൃന്ദാവൻ, ബർസാന, ഗോകുൽ, ഗോവർദ്ധൻ, നന്ദഗാവ് എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഈ സ്ഥലം ബ്രജഭൂമി എന്ന് പറയുന്നു. മധുരയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേരും ബ്രജവാസി എന്നാണ്. മധുരയിലെ പ്രശസ്തമായ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഉള്ള ഒരു ഹോട്ടലാണത്. വൈകുന്നേരത്തോടെയാണ് ഞങ്ങൾ മധുരയിലെത്തുന്നത്. അതുകൊണ്ട് വൃന്ദാവനിലെ പ്രേമമന്ദിറിലെ സന്ധ്യ കഴിഞ്ഞുള്ള ലൈറ്റിംഗ് കാണാൻ പോകാൻ തീരുമാനിച്ചു. ഹോട്ടൽ ബ്രജവാസി വഴി തൊട്ടടുത്ത ദിവസത്തേക്ക് ഒരു ഫുൾ ഡേ ടാക്സി ഏർപ്പാടാക്കിയിട്ടുണ്ട്. वृंदावन कब जाएंगे हम? शाम को? वृंदावन शाम को जाएंगे, वापस आने के टाइम? ओके। वृंदावन आप जाएंगे तो फिर गोकुल आपका रह जाएगा। कौन सा अच्छा है, वृंदावन अच्छा है कि गोकुल अच्छा है? कैसे बताऊं सर? नहीं, मुझे लगता है प्रेम मंदिर और दूसरा एक मंदिर है ना उधर, है वृंदावन में। प्रेम मंदिर वृंदावन में है। प्रेम मंदिर तो देखना ही चाहिए ना, वो तो नया मंदिर है भाई शायद। अच्छा, अब गोकुल अपनी जगह है, वृंदावन अपनी जगह अच्छा है, इसमें हम कैसे कह सकते हैं? नहीं, आप जैसे बोलते हैं वैसे ही करेंगे। पहले हम जाएंगे बरसाना, आप तो बरसाना ही चलो। बाद में जो परिक्रम का जो कुसुम सरोवर है, गोवर्धन है, वो जगह सब घूम के वापस हम वृंदावन आएंगे। फिर जो जैसा जो टाइम मिलेगा, हमको तो 10 बजे गाड़ी है, तब तक जो टाइम है। ആഗസ്റ്റ് 13 രാവിലെ 7:30 തിരുവനന്തപുരത്തു നിന്നും ഡൽഹിക്കുള്ള എയർ ഇന്ത്യയിലാണ് യാത്ര തുടങ്ങിയത്. ചെന്നൈയിൽ നിന്ന് ബാലുവും ഡൽഹിയിലെത്തും. ബാലുവിനെ നന്ദുവിനെ ഡൽഹി നിർത്തിയിട്ട് ഉജ്ജയിനി എക്സ്പ്രസ്സിൽ ഞങ്ങൾ മധുരയ്ക്ക്. മധുരാപുരിയിലെ രാജാവ് കംസൻ്റെ നിർദ്ദേശപ്രകാരം ഗോകുലത്തിൽ നിന്നും ശ്രീകൃഷ്ണനെ മധുരയിലേക്ക് ക്ഷണിക്കാൻ പോയ അക്രൂരൻ്റെ മനസ്സോടെ ഞങ്ങൾ മധുരയിൽ കാലുകുത്തി. ഞങ്ങളെ വകഞ്ഞു പിടിച്ച ഓട്ടോ ഡ്രൈവർ രാധേ രാധേ എന്ന് മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്ത് ഹോട്ടൽ സെൻട്രം ബ്രജവാസിയിലേക്ക്. ഇത് മധുരയിലെത്തിയ ദിവസം സന്ധ്യയ്ക്ക് ഈ റിക്ഷയിൽ 15 കിലോമീറ്റർ ദൂരെ വൃന്ദാവൻ പ്രേം മന്ദിറിലെ ലൈറ്റിംഗ് കാണാൻ വേണ്ടിയുള്ള യാത്ര. ഏത് പുണ്യഭൂമിയിലൂടെ ആയാലും ഡിസിപ്ലിൻ ഇല്ലാതെ ഡ്രൈവ് ചെയ്യുന്നതിലും വൃത്തിയില്ലാതെ തെരുവുകൾ സൂക്ഷിക്കുന്നതിലും നമ്മൾ ഇന്ത്യക്കാർ സമർത്ഥരാണ്. നാട്ടിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ഞങ്ങൾ ജന്മാഷ്ടമിയുടെ തിരക്കിലേക്കാണ് പോകുന്നതെന്ന് യാതൊരു ധാരണയുമില്ലായിരുന്നു.
ഈ തിരക്കിലൂടെ അമ്മയും കൊണ്ട് അടുത്ത ഈ റിക്ഷാ പോയിന്റ് വരെ എത്താൻ അതുവഴി അന്നൊരു ബഗിയിൽ കയറിപ്പറ്റി. ഒരു സവാരിക്ക് 20 രൂപ, ഞങ്ങൾ 3 സവാരിക്ക് 60 രൂപ. ഹോട്ടൽ സെൻട്രം ബൈ ബ്രിജ്വാസിയിലാണ് ഞങ്ങളുടെ സ്റ്റേ. നാളെയാണ് ഞങ്ങളുടെ ശരിക്കുള്ള ബ്രിജഭൂമി പരിക്രമം തുടങ്ങുന്നത്. ബ്രിജഭൂമി പരിക്രമ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി. രാധയുടെ ചിഹ്നങ്ങളാണ്. രാധയുടെ ചിഹ്നമായിട്ടിരിക്കട്ടെ. രാധേ രാധേ.